ക്രിസ്തുവിലെത്രയും സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 10-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. ഞാൻ നല്ല ഇടയൻ, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം കേൾക്കും. ഈ സന്ദർഭം ദേവാലയ സമർപ്പണ തിരുനാളിൻ്റെ സമയത്താണ് നടക്കുന്നത്. യേശുവിനോട് യഹൂദന്മാർ ചോദിക്കുന്നു, നീ ക്രിസ്തുവാണെങ്കിൽ തുറന്നു പറയുക. എന്നാൽ യേശു മറുപടി നൽകുന്നത് വാക്കുകളിൽ മാത്രമല്ല, തൻ്റെ പ്രവൃത്തികളിലൂടെ. ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത് വിശ്വാസം വെറും കേൾവിയിലൂടെയല്ല, അനുഭവത്തിലൂടെയാണ് വളരുന്നത് എന്നതാണ്. എൻ്റെ ആടുകൾ എൻ്റെ സ്വരം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുന്നു, അവ എന്നെ അനുഗമിക്കുന്നു. ഈ വാക്യം നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്ര ചിന്തയാകണം. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ നാം തയ്യാറാണോ? ലോകത്തിൻ്റെ ശബ്ദങ്ങൾ, ആശങ്കകൾ, തിരക്കുകൾ എന്നിവയിൽ നമ്മൾ മുഴുകുമ്പോൾ ദൈവത്തിൻ്റെ ശാന്തമായ ശബ്ദം നമ്മൾ പലപ്പോഴും കേൾക്കാതെ പോകുന്നു. എന്നാൽ യഥാർത്ഥ ക്രിസ്ത്യാനി ദൈവത്തിൻ്റെ ശബ്ദം തിരിച്ചറിയുന്നവനാണ്. യേശു പറയുന്നു, ഞാൻ അവർക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരിക്കലും നശിക്കുകയില്ല. ഈ വാക്യം നമുക്ക് വലിയ ആശ്വാസമാണ്. നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രശ്നങ്ങളുണ്ടായാലും ദൈവത്തിൻ്റെ കൈകളിൽ നാം സുരക്ഷിതരാണ്. എൻ്റെ പിതാവ് അവരെ എനിക്ക് ഏൽപ്പിച്ചിരിക്കുന്നു. ആരും അവരെ പിതാവിൻ്റെ കയ്യിൽ നിന്ന് പറിച്ചെടുക്കുവാൻ കഴിയില്ല. ദൈവത്തിൻ്റെ സ്നേഹം അത്ര ശക്തമാണ്. അതിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ ഒന്നിനും കഴിയില്ല. ഇന്നത്തെ ലോകത്തിൽ നമ്മൾ പലപ്പോഴും ഭയത്തിലും അനിശ്ചയത്തിലും ജീവിക്കുന്നു. പക്ഷേ ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നാം ഒരിക്കലും ഒറ്റയ്ക്കല്ല. നല്ല ഇടയനായ യേശു നമ്മെ നയിക്കുന്നു, കാത്തു സൂക്ഷിക്കുന്നു, ജീവിതത്തിൻ്റെ പ്രതികൂലമായ വഴികളിലൂടെയും നയിക്കുന്നു. അവസാനമായി ഈ വചനവിചിന്തനം നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ യേശുവിൻ്റെ ശബ്ദം കേൾക്കുന്ന ആടുകളിൽ ഒരാളാണോ? നമ്മൾ അവൻ്റെ ശബ്ദം കേട്ട് അവനെ അനുഗമിക്കുമ്പോൾ നിത്യജീവൻ്റെ വാഗ്ദാനം നമ്മുടെ സ്വന്തമാകുന്നു. അതിനാൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ ശബ്ദം തിരിച്ചറിയാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.